ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പെപ്പർ ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം പാനിലേക്ക് നല്ല വെളിച്ചെണ്ണയൊക്കെ ഇട്ടു. അതിനുശേഷം ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇതൊക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് അടുത്തായിട്ട് ഒരു സ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അതൊന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ അതിനകത്തേക്ക് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചിക്കനെല്ലാം മഞ്ഞളെല്ലാം പിടിച്ച് നല്ല മഞ്ഞ കളറിലെത്തി. അപ്പോഴേക്കും അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, നല്ല പൊടിയാക്കി ഇടരുത്, ക്രഷ് ചെയ്തതേ ഇടാവുള്ളൂ. ചതച്ച കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം വീണ്ടും അത് ഇളക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ, ചെറുതായിട്ട് ഫ്രൈ ആകുന്നത് വരെ അതിലിടുക. അതിന് ശേഷം നമ്മളതിനെ കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഒരു കുക്കർ അടുപ്പ് വയ്ക്കുക. ഞാൻ വെച്ചിരിക്കുന്ന ഫിച്ചൂറയുടെ കുക്കറാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ, ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയുടെ ബാക്കിയുള്ളത് ഒഴിച്ചു. ഇനി ഒരു 10 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഒരു വലിയ 1 ഇഞ്ച് നീളത്തിലെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു. നല്ല എരിവുള്ള പച്ചമുളക് ഒരു 3 ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി അതിനകത്തേക്ക് ഉള്ളിയും സവോളയും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. ഇനി ഇടേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു. ഇനി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് അത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കുമ്പോഴത്തേക്ക് നല്ല ഇതെല്ലാം വന്നു. ഇനി നമ്മൾ ഇടേണ്ടത്, ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടൊമാറ്റോയാണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു 1/2 കിലോ ടൊമാറ്റോ ഉണ്ട്. 1/2 കിലോ ടൊമാറ്റോ ചെറിയ പീസുകളാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ടൊമാറ്റോ നമ്മൾ ഈ വഴറ്റാനൊന്നും പോകണ്ട, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചിക്കൻ്റെ കൂട്ടത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ കുക്കറിൻ്റെ ലിഡ് ഇട്ട് കൊടുത്ത് വെയിറ്റ് ഇടാതെ തന്നെ നമ്മളതിനെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റുക. ആവി കയറ്റിയതിന് ശേഷം ഇനി നമ്മൾ ആ കുക്കറൊന്ന് തുറന്ന് നോക്കുമ്പം എന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നല്ല ചിക്കൻ നല്ല ഇതായിട്ട് ആ തക്കാളിയൊക്കെ അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും അതിനെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക. ഒന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. തിളച്ച വെള്ളം ഒരു കപ്പ് തിളച്ച വെള്ളം നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ടൊമാറ്റോ ഒക്കെ അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായ ഇരിപ്പുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി വെയിറ്റ് ഇട്ട് 1 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറിൻ്റെ ലിഡൊക്കെ മാറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ തൂകിയെടുക്കാം. നല്ല അടിപൊളി പെപ്പർ ചിക്കൻ റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.